ആദ്യം തന്നെ എനിക്ക് ഈ ആൾത്താരെ വന്ന് സാക്ഷ്യം പറയുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. എൻ്റെ പേര് ടോജ. ഞാൻ കൊല്ലം ജില്ലയിൽ വാളകം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഭർത്താവ് ബിബിൻ, ഇതെൻ്റെ കുഞ്ഞ് നദാന്യ. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു നേഴ്സാണ്. ഞാനപ്പോൾ അസീസിയ മെഡിക്കൽ കോളേജിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ സാലറി വളരെ കുറവായിരുന്നു. പക്ഷേ എനിക്ക് എഡ്യൂക്കേഷൻ ലോണൊക്കെ ഒത്തിരി ഉള്ളതിനായിട്ട് ഈ സാലറി കൊണ്ട് എനിക്കതൊന്നും വീട്ടാൻ പറ്റുന്നൊന്നുമില്ലായിരുന്നു. അങ്ങനെ എനിക്ക് കൂടുതൽ ഒരു ജോലി വേണം എന്നാഗ്രഹിച്ച് പുറത്തോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു. പക്ഷേ എനിക്ക് ഒത്തിരി തടസ്സങ്ങളായിരുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒത്തിരി ഷെയർ ചെയ്ത് എനിക്ക് ഓരോ സാക്ഷ്യങ്ങളൊക്കെ തരുമായിരുന്നു. പക്ഷേ അത് ഞാൻ സ്കിപ്പ് ചെയ്ത് കളയുമായിരുന്നു. പിന്നെ കാണണം എന്നോർക്കും, അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ കൃപാസനത്തിൽ പോകണം എന്ന് പറഞ്ഞാലും എൻ്റെ ഒരിതെന്ന് പറഞ്ഞാൽ എല്ലായിടത്തെയും മാതാവ് ഒരുപോലാണല്ലോ. അപ്പോൾ ഞാൻ കൃപാസനത്തിലെ മാതാവിന് ഒരു വിശ്വാസമില്ലായ്മയൊന്നുമില്ല. പക്ഷേ എനിക്ക് കൃപാസനത്തിൽ വരണം എന്നുണ്ട്. പക്ഷേ കൃപാസനത്തിലെ മാതാവും എല്ലാ മാതാവും ഒരുപോലായിരുന്നെന്നായിരുന്നു എൻ്റെ ഒരിത്. അങ്ങനെ എനിക്ക് സൗദി MOH എഴുതി എനിക്ക് പാസ്സായി. അങ്ങനെ സൗദിയിൽ പോകാൻ വേണ്ടിയിട്ട് ഞാനിരുന്നു. അപ്പോൾ എനിക്ക് സൗദിയിൽ പോകുന്നതിന് നമുക്ക് ഡേറ്റ ഫ്ലോ ക്ലിയർ ആക്കണം, നമ്മളുടെ സർട്ടിഫിക്കറ്റ് ക്ലിയർ ആക്കണം. അങ്ങനെ അസീസിയ മെഡിക്കൽ കോളേജിൽ നിന്ന് എനിക്ക് സർട്ടിഫിക്കറ്റ്, അവർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരത്തില്ലെന്ന് പറഞ്ഞു. 6 മാസമേ ഞാനവിടെ വർക്ക് ചെയ്തോളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങി. പക്ഷേ അത് 3 തവണയും റിജക്ഷനായി. അങ്ങനെയാണ് ഞാൻ കൃപാസന മാതാവിൻ്റെ പള്ളിയിൽ വരുന്നത്, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ സമയ ചുരുക്കത്തിൻ്റെ മാതാവെന്ന് ഞാൻ അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ കൃപാസന മാതാവിനെ ഉടമ്പടി എടുത്തു. ആദ്യത്തെ നിയോഗമായിട്ട് ഞാൻ എൻ്റെ ഡേറ്റ ഫ്ലോ ക്ലിയർ ആകണമെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഒക്ടോബർ 1 ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് അത് റിജക്ഷൻ മാറി എനിക്ക് സൗദിയിൽ പോകുവാനുള്ളത് നീ എനിക്ക് ഒരുക്കി തരണേന്ന് പ്രാർത്ഥിച്ചു. ഓഗസ്റ്റ് 31 ആയപ്പോഴും സെപ്റ്റംബർ 31 ആയപ്പോഴും എനിക്ക് അതിനെപ്പറ്റി ഒരിതുമില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ സെപ്റ്റംബർ 31 നാളെ ഒക്ടോബർ 1 ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചേക്കുന്നത്, എന്നിട്ടും എനിക്ക് ഏജൻസിയിൽ നിന്നൊരു കോള് വരുമോ, ഒന്നും കാണുന്നില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് പറഞ്ഞു നീ ഏജൻസി ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഏജൻസിയെ വിളിച്ചപ്പോൾ പറഞ്ഞു, ടോജെ അത് നിനക്ക് മെഡിക്കൽ എടുക്കാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നിൻ്റെ അത് റിജക്ഷൻ ആയിട്ടുള്ളത് അത് ക്യാൻസലായിട്ടുണ്ട്. ഒക്ടോബർ 1 തന്നെ അത് നിനക്ക് മെഡിക്കൽ എടുത്തിട്ട് പോകുവാനുള്ളത് കാര്യങ്ങൾ നമുക്ക് നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒക്ടോബർ 1 ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ എനിക്ക് മെഡിക്കൽ എടുക്കുവാനുള്ള ഭാഗ്യം എനിക്ക് മാതാവ് തന്നു. പക്ഷേ എന്നിട്ടും എനിക്ക് ധാരാളം പരീക്ഷണങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ മെഡിക്കൽ എടുക്കാൻ ചെന്നപ്പോഴും എനിക്ക് അന്ന് തന്നെ റിസൾട്ട് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ആയതിനാൽ എനിക്ക് ഒക്ടോബർ 3 മുമ്പ് എനിക്ക് അതിൻ്റെ റിസൾട്ട് അവിടെ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ എനിക്ക് പിന്നെ സൗദിയിൽ ഒരിക്കലും പോകുവാൻ എനിക്ക് പറ്റത്തില്ല. അങ്ങനെ മാതാവിൻ്റെ കാശ് രൂപം ഞാൻ കയ്യിൽ വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ അവിടെ വന്ന എല്ലാവരെയും അവിടുന്ന് പറഞ്ഞു വിട്ടു. കാരണം അന്ന് ആർക്കും റിപ്പോർട്ട് കൊടുക്കത്തില്ല, കാരണം ബോംബെയിൽ നിന്നാണ് റിപ്പോർട്ട് വരുന്നത്. അങ്ങനെ ഞാൻ കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു, കാശ് രൂപം കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ എന്ത് ചെയ്യും. അങ്ങനെ ഞാൻ മെഡിക്കൽ എടുക്കുന്നില്ലെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഏജൻസിയെ വിളിച്ച് പറഞ്ഞപ്പോൾ അന്ന് ആദ്യമായിട്ട് ആ ഏജൻസി എൻ്റെ അടുത്ത് ചൂടായിട്ട് സംസാരിച്ചു, നീ എടുത്തോ, ബാക്കി നമ്മൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കാശ് രൂപം വെച്ച് ഞാൻ മെഡിക്കലെല്ലാം എടുത്തു. മെഡിക്കൽ ഞാൻ പാസ്സായി. പക്ഷേ എനിക്ക് റിപ്പോർട്ട് അന്ന് കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. എല്ലാവരും പോവുകയും ചെയ്തു. 5 മണിക്കാണെങ്കിൽ നമുക്ക് സൗദിയിൽ അയച്ചു കൊടുക്കുകയും വേണം. അങ്ങനെ ഞാൻ അവിടെ പ്രാർത്ഥിച്ച് ഒരു ഡോക്ടർ വന്ന് ഡോക്ടറോട് കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, മകളെ ഒരു നിവൃത്തിയില്ല, നമുക്ക് തരാൻ പറ്റില്ല, ബോംബെയിൽ നിന്നാണ് റിപ്പോർട്ട് വരുന്നത്, എനിക്ക് ഒരു നിവൃത്തിയില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കരഞ്ഞു പറഞ്ഞു, സാറേ എനിക്കിനി സൗദിയിൽ പോകാൻ പറ്റില്ല, എനിക്ക് ഈ റിപ്പോർട്ട് ഇന്ന് കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, മിനി എന്ന് പറഞ്ഞൊരു കൗൺസിലറുണ്ട്, ആ മേഡം സമ്മതിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ
മോൾക്ക് രക്ഷയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ മിനി എന്ന് പറഞ്ഞ മേഡത്തെ ചെന്ന് കണ്ടു. പക്ഷെ എന്തുവാണെന്നറിയത്തില്ല, ആ മേഡം ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ലായിരുന്നു. ആ മേഡം എൻ്റെ മുഖത്ത് മാത്രമാണ് നോക്കിയത്. മുഖത്ത് നോക്കിയിട്ട് മേഡം പറഞ്ഞു, മോള് വിഷമിക്കണ്ട, ഞാൻ എന്തായാലും പരിശ്രമിക്കാം, ഉറപ്പ് പറയത്തില്ല, എന്തായാലും മോള് ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് കാശ് രൂപം കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു, കൊന്തയും ചൊല്ലി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. 4:45 എനിക്ക് ഒന്നും സംഭവിച്ചില്ല. 4:50 5 മണിക്ക് മുമ്പ് അയക്കണം. 4:50 വീണ്ടും ഞാൻ ചെന്ന് ചോദിച്ചു, മാഡം റിപ്പോർട്ട് വല്ലതും വന്നോ? അപ്പോൾ അവർക്ക് എൻ്റെ റിപ്പോർട്ട് തന്നിട്ട് വേണം അവർക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ പറഞ്ഞു, മകളെ ഇതുവരെ ഒന്നും വന്നിട്ടില്ല, ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ വീട്ടിൽ പൊക്കോ, ഞാൻ വാട്സപ്പിലാണെങ്കിൽ എൻ്റെ സോഫ്റ്റ് കോപ്പി ഇട്ട് തരാമെന്ന്. പക്ഷേ എനിക്ക് സോഫ്റ്റ് കോപ്പി 5 മണിക്ക് മുമ്പ് തന്നെ അത് സ്കാൻ ചെയ്ത് അയച്ചു കൊടുക്കണം. അപ്പം ഞാൻ ഒത്തിരി വിഷമത്തോടെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. ഞാൻ പറഞ്ഞു, ശരി എന്നാൽ ഞങ്ങൾ വീട്ടിലോട്ട് പോവാന്ന് പറഞ്ഞ് വീട്ടിലോട്ട് തിരിയവേ ഈ ചേച്ചി പറഞ്ഞു, മോളെ കമ്പ്യൂട്ടറിൽ വന്ന് കിടപ്പുണ്ട്, മോൾക്കുള്ളത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സമയം 4:50 5 മണിക്ക് കൊടുക്കണം. അങ്ങനെ അവിടുത്തെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഈ പേപ്പർ തന്നു. എന്നിട്ട് ഞങ്ങൾ സ്കാൻ ചെയ്യാൻ പോകണം. എന്തുവാണെന്നറിയത്തില്ല, പോകുന്ന വഴിയിൽ ഒരു കട പോലും ഇല്ല. സമയം 4:59 ഒരിടത്തും ഒരു കട പോലും കാണുന്നില്ല. ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ ഒരു കടയും കാണുന്നില്ല. അങ്ങനെ ഹസ്ബൻഡ് അത്രയും സ്പീഡിൽ വണ്ടി ഓടിച്ച് ഒരു ഫോട്ടോസ്റ്റാറ്റ് കട വന്നു. അത് മുകളിൽ 2ാമത്തെ നിലയായിരുന്നു. ഞാൻ സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്നപ്പോൾ അവിടെ അവർ ഫോട്ടോസ്റ്റാറ്റ് എടുക്കത്തില്ല. കാരണം വേറെ ഒരു ചേച്ചിയുടെ കുറേ പേപ്പറുകൾ വന്നത് സ്റ്റക്കായിട്ടിരിക്കുവാണ്. അപ്പോൾ എൻ്റെ അത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവർ പറഞ്ഞു. അപ്പം ഞാൻ മുകളിൽ തന്നെ വിളിച്ച് പറഞ്ഞു, അച്ചച്ച ഇത് ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്, ഇനി എന്ത് ചെയ്യും? 4:59 5 മണിക്ക് മുമ്പ് കൊടുത്തില്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റത്തില്ല. പോകാൻ തിരിയവേ ഈ ചേച്ചി വന്ന് എന്നെ പുറത്ത് തട്ടിയിട്ട് വിളിച്ച്, മകളെ പെട്ടെന്ന് അത് ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. 5:01 തന്നെ എനിക്ക് അവിടെ മെഡിക്കലിൻ്റെ പേപ്പർ സൗദിയിൽ അയച്ചു കൊടുക്കാൻ പറ്റി. ഈ കൃപ തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. 2ാമത്തേത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. എൻ്റെ മകൾക്ക് 1 വയസ്സായപ്പം ഒരു പനി വന്നതാണ്. പിന്നെ അത് വിട്ടു മാറുന്നില്ല. ഇപ്പോൾ അവൾക്ക് 1.25 വയസ്സായി. സെപ്റ്റംബർ 13 ഞാൻ ഉടമ്പടി എടുത്തത്. ആ സമയമൊക്കെയും അവൾക്ക് തുടരെ പനി വരും. ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകും. കുഞ്ഞ് തീരെ അവശ്യ നിലയിലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അവൾ മിടുക്കിയായിട്ടിരിക്കുന്നു. മാതാവിൻ്റെ എണ്ണ എന്തും ഞാൻ കുഞ്ഞിനെ നെറ്റിയിൽ തേച്ച് കൊടുക്കും. അതുപോലെ തന്നെ മാതാവിൻ്റെ നേർച്ച വസ്തുവായ തേനും എന്നും കുഞ്ഞിന് വായിൽ ഒഴിച്ചു കൊടുക്കും. പിന്നെ ഞാൻ കാരുണ്യപ്രവർത്തനം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള ഒരു അനാഥാലയത്തിൽ എൻ്റെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ചോറ് കൊണ്ട് കൊടുക്കും. പിന്നെ ഇവിടുന്ന് വാങ്ങിച്ച പത്രം ക്രൈസ്തവർക്കും കൊടുക്കും. അതുപോലെ തന്നെ മാതാവിൻ്റെ ഉടമ്പടി തൈലം ആശുപത്രിയിൽ പോയി രോഗികൾക്ക് പുരട്ടി കൊടുക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ സ്വന്തം ഞാൻ ജനിച്ച് വളർന്ന ഒരു ഓർത്തഡോക്സ് ഫാമിലിയിലാണ്. ഹസ്ബൻഡ് മർത്തോമ ഫാമിലിയിലാണ്. എനിക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ഇപ്പോൾ ഹസ്ബൻഡും മാതാവിൽ പൂർണ്ണ വിശ്വാസമായിരിക്കുകയാണ്. ഇതിനൊക്കെ സാധിച്ച മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു.